എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പുറത്ത് നിൽക്കുവാണ്. കാരണം പണം മേടിക്കാനായിട്ട് വന്നവര് നിസ്സാരക്കാരല്ല, അവന്മാര് പണവും കൊണ്ടേ പോളൂ. പിന്നീട് അവരിലൊരാളായ രമേശൻ വന്നിട്ട് പറഞ്ഞു, അതെ എന്ത് കണ്ടു നിൽക്കുക, മര്യാദയ്ക്ക് ഞങ്ങളുടെ പണം എടുത്തു തരാൻ പറയണം. ഈ സമയം അകത്തേക്ക് സ്ത്രീകള കയറി ചെന്നു. കാരണം അകത്ത് ആരും ഇല്ലെങ്കിൽ ആരില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വന്നാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ രമേശാന്ന് പറയണ. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റവൻ സെബാസ്റ്റ്യൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണം ഈ നിമിഷം ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയാം. എടാ നിന്റെ മകളുടെ കല്യാണ ചടങ്ങ് അവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നേ. ഈ സമയത്തെങ്കിലും നീ കാര്യമായില്ലെന്ന് വിചാരിച്ചു, മര്യാദയ്ക്ക് പണം താടാന്ന് പറയണം. അതെ പറഞ്ഞല്ലോ രമേശ, പണം ഇപ്പഴില്ല, ഞാൻ തരാന്ന് പറയാണ്, ചതിക്കരുതെന്ന് പറയാണ്. എന്ത് ചതിക്കല്ലെന്ന്, നീ അല്ലേടാ ഞങ്ങളെ ചതിച്ചേ. ഇത്രയും കാലം ഞങ്ങളെ ഇട്ട് വട്ടം കറക്കുമായിരുന്നില്ലേ, എന്നിട്ട് ഒളിച്ചോടി ഇവിടെ നിന്നും മാറി താമസിച്ച് ആരും അറിയില്ലെന്ന് നീ വിചാരിച്ചില്ലേ, മര്യാദയ്ക്ക് പണം ഇപ്പൊ കിട്ടണമെന്ന് പറയണം. അയ്യോ അത് പിന്നെ രമേശൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം കൂടെ തന്നെന്ന് പറയാം, നിനക്കിനി സാവകാശം വേണോ ഇല്ലേ എന്ന് പറഞ്ഞോണ്ട് കർണത്തടിക്കുകയാണ് ഉദയഭാനു അവിടെ ഇട്ട് രണ്ടുപേരും കൂടെ മാറി മാറി അടിക്കുകയാണ്. ഉദയഭാനു ആകപ്പാടെ അവശനായിപ്പോയി. ഈ സമയത്ത് അകത്ത് ബാലൻ പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ ഉദയഭാനു സാറിനെ, എവിടെ പോയി നിൽക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, അത് പിന്നെ പുറത്തു വരെ പോയിരിക്കുക, പുറത്ത് ആരും സംസാരിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ തന്നെ വരും. തിരുമേനി പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ രാഹുകാലം കഴിയാറാവെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ശ്രീകലയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടല്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ ഭഗവാനെ, ഇനി കൃത്യസമയത്ത് എങ്ങാനും ഉദയേട്ടം വന്നില്ലെങ്കിൽ ആകെ പാടം നാണം കിടും. ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ചെന്നാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് പറയാനും പറ്റില്ല. അപ്പോഴേക്കാണ് വലിയ പിടക്കോന്നും പറഞ്ഞൊരു സൗണ്ട് കേട്ടെ. ഈ സൗണ്ട് കേട്ടും ബാലൻ പറഞ്ഞു, പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് തെങ്ങിന്റെ ഓല വീണതായിരിക്കുമെന്ന് ആ ശ്രീകല പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞാൽ തെങ്ങിന്റെ ഓല വീണായിട്ട് മുറ്റത്ത് തെങ്ങൊന്നും കണ്ടില്ലോ, അത് മണ്ടരി ബാധിച്ച തെങ്ങുണ്ടായെന്ന് പറയണം അവിടെ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ, അങ്ങനെ പറയുവാണ്. ഇതെല്ലാം കണ്ടും കെട്ടും കഴിഞ്ഞപ്പം മീനാക്ഷിക്ക് ഒരു സംശയം. മീനാക്ഷി മിത്രോട് പറഞ്ഞു, മിത്രേ നിനക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. എന്ത് സംശയം? അല്ല എന്തോ എവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം. കാരണം പുറത്തേക്ക് പോയ ഉദയഭാനുവിനെ ഇതുവരെയായിട്ടും കാണുകയും ചെയ്തില്ലല്ലോ. മോളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ അല്ലേ നടക്കണേ, ഇത്ര സമയം പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് ഉദയഭാനു അവരുടെ മുന്നിൽ നിന്ന് കൈ കൂപ്പാണ്, എന്നെ അടിക്കരുത്, ഇനി അടിച്ചാലും എന്നെ കൊന്നാലും നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്, നീ പോയി ചാകടാ, ഇതിനേക്കാളും ഭേദം അതാന്ന് പറയണം. ഞാൻ ചത്തോണ്ട് നിനക്ക് നിങ്ങളുടെ പണം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല, ഞാൻ ജീവിച്ചിരിക്കേണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഈ കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഭാര്യയും കൂടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും, നിനക്ക് പിന്നെ പണം കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഒരു മാസത്തിനുള്ളിൽ ഞാൻ എങ്ങനെ പണം തരും, എന്നെ എങ്ങനെയില്ലെന്ന് വെറുതെ വിടാൻ പറയണം. എടാ നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തില്, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനെ. എന്നാലും ഇത്രയും കാലം മനുഷ്യ പറ്റിച്ചെടുക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നതാന്ന് പറഞ്ഞോണ്ട് പിന്നെ അടിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങടെ ബാൽക്കണിന്റെ അവിടെ ശ്രീദേവി വന്ന്. ശ്രീദേവി കണ്ടു ഈ കാഴ്ച. ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛാന്ന് പറഞ്ഞ് അലറി നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, താഴെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. ശ്രീദേവി ആ കുത്തി അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. ശ്രീദേവിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ അവിടെ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അവസാനം പറഞ്ഞു, വാടാ ഇനി ഇവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇവൻ ചത്തുപോളൂ, നമുക്ക് പോവാന്ന് പറഞ്ഞ് അവന്മാരെ അങ്ങോട്ട് പോവാണ്. ആ സമയം ഉദയഭാനു മനസ്സിലായി, കാരണം ഇനി താൻ അകത്തേക്ക് കയറി ചെന്നില്ലേ പ്രശ്നമോ, തല്ലി കിട്ടിയൊന്നും കാര്യമാക്കണ്ട. ഷർട്ടൊക്കെ നേരെ ഇട്ടു, കണ്ണടയൊക്കെ എടുത്ത് കണ്ണടയിലേക്ക് വെച്ചു, ഇനി കുഴപ്പമില്ല, അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാന്നത് കരുതിയിട്ട് ഉദയഭാനു അകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് കാണുന്ന സമയത്ത് തിരുമേനി പറഞ്ഞതേ, ഇനിയിപ്പൊ പെണ്ണിന്റെ അമ്മയും ചെറുക്കന്റെ അമ്മയും കൂടെ നിറയ്ക്കണമെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ നിറയ്ക്കുവാണ്. പറയൊക്കെ നിറച്ചതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരുമേനി പറഞ്ഞു, ഇനിയിപ്പം ജാതകം കൈമാറുവാന്ന് പറയണം. അങ്ങനെ ജാതകം കൈമാറാനായിട്ട് ബാലനെയും ദേവാനെയും കൂടെ വിളിക്കുകയാണ്. രണ്ടുപേരും കൂടെ ആ മണ്ഡപമായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എന്നിട്ട് ജാതകം കൈമാറണം. അങ്ങനെ ജാതകം കൈമാറി എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ കൈമാറിക്കന്ന് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, ഇനിയിപ്പം രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് കയറ്റി ഇരുത്തിക്കോളാൻ പറയണം. അങ്ങനെ ആദ്യം കയറ്റി ആനന്ദിനെയാണ്. ആനന്ദ് എല്ലാവരുടെയും നേരെ നോക്കി. പിന്നീട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചു, ഉദയഭാനുവിന്റെ ശ്രീകലയുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് അവരുടെ കൈയായിട്ടുള്ള ആ ഇരിപ്പിടത്തിലേക്ക് കയറി ഇരിക്കുവാണ്. പിന്നീട് പെണ്ണിനെ വിളിക്കാൻ പറയാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവി ഇറങ്ങി വരുവാണ്. ശ്രീവിദ്യയാണ് ഒരുക്കി ഇറക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുക. ശ്രീദേവിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മിത്ര പറഞ്ഞു, ആ മുഖത്തേക്ക് നോക്കിയേ ഒരു സന്തോഷമില്ല, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നില്ലേ നീക്ക്, എന്ത് കുഴപ്പം,
എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല മിത്ര പറയണം. മിത്രയ്ക്ക് അതങ്ങനെ കണ്ടാലും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ മീനാക്ഷി അങ്ങനെയല്ല. മീനാക്ഷിക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുള്ള ടൈപ്പാ. മീനാക്ഷി അത് പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തോ മാനസിക പ്രശ്നമുണ്ട്, മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, മുഖത്തൊരു സന്തോഷമില്ലെന്ന് മീനാക്ഷി കണ്ടെത്തി. പിന്നീട് ശ്രീദേവി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു എല്ലാവരുടെയും കാലി തൊട്ട് അനുഗ്രഹം മേടിച്ചോളാൻ പറയണം മാതാപിതാക്കളുടെ. അങ്ങനെ ബാലന്റെയും ഗോമതിയുടെയും ഉദയഭാനുടെയും ശ്രീകളുടെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് ശ്രീദേവി ആനന്ദിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുവാണ്. അപ്പൊ ആനന്ദിന്റെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്ത് ശ്രീദേവിനെ ആനന്ദങ്ങ് നോക്കുവാണ്. ഇറങ്ങി വന്നപ്പോൾ മുതൽ ഇങ്ങനെ നോക്കുന്നതാണ്. കാരണം അവളുടെ സൗന്ദര്യം, ആഭരണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് അവളെ കാണാനായിട്ട്, നല്ല സുന്ദരിയാണ് എന്നൊക്കെയൊരു ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് തിരുമേനി മോതിരം എടുത്ത് കൊടുക്കുക. അങ്ങനെ പരസ്പരം മോതിര കൈമാറ്റം അവർ നടത്തുവാണ്. ഈ സമയത്തൊക്കെ ശ്രീദേവിയുടെ നെഞ്ചിനകത്താണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അച്ഛനെ തല്ലുന്ന ആ ഒരു തല്ലുന്ന രംഗങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വിധത്തിൽ അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നത്. ആ സമയത്തൊന്നും പൊട്ടിക്കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ശ്രീദേവി വീർപ്പ് മുട്ടിയിരിക്കുന്നത്. ബാലനും ഗോമതിയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവർ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ തന്നെ ബാലൻ പറഞ്ഞു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. എന്നാൽ ശരി ആയിക്കോട്ടെ. പിന്നെ അറിയാലോ ഇനിയിപ്പോ കല്യാണത്തിന് അധികം ദിവസമില്ല, അധികം വെച്ച് താമസിപ്പിച്ചുകൊണ്ട് പോകണ്ടെന്ന് പറയണം. ബാലൻ പറഞ്ഞു ഞങ്ങൾക്ക് എപ്പോ വേണം സമ്മതം എന്ന് പറയണം. ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓക്കെയാന്ന് പറയണം. എന്നാ ശരി നമുക്ക് കാണാന്ന് പറയണം. ആനന്ദപ്പ ആ സമയം ശ്രീദേവിനെ നോക്കുവാണ്. ഈ നോട്ടം കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു എടാ ഇങ്ങോട്ട് പോരെ, നീ അവിടെ നിൽക്കണ്ട, നിന്റെ നോട്ടം മട്ടം വാങ്ങണ്ട, ഇപ്പൊ തന്നെ നീ ശ്രീദേവിനെ വിളിച്ചിട്ട് ദേവമംഗലത്തേക്ക് വരുന്ന പോലെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരാൻ പറയണം. ഇത് കേട്ടെന്ന് ആനന്ദ് ഒന്ന് ചമ്മി. എന്നാ ശരി ശ്രീദേവി ഞാൻ ഇറങ്ങട്ടേന്ന് ചോദിക്കുക, ഫോൺ വിളിക്കാന്ന് പറയണം. ശരി ആനന്ദേട്ടാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആകപ്പെട്ട് ശില പോലെ നിൽക്കുകയാണ്. ശ്രീദേവി എന്നിട്ട് പറഞ്ഞു എല്ലാം നല്ല ഗംഭീരമായിരുന്നു നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി പൊട്ടിക്കരയുവാണ് ശ്രീദേവി. അത്ര സമയം അടക്കി വെച്ച് ആ ഒരു സങ്കടം മൊത്തം കരഞ്ഞങ്ങോട്ട് തീർക്കുവാണ്. പിന്നീട് ബാലനും ഗോമതി എല്ലാവരും കൂടെ വീട്ടിലേക്ക് എത്തുവാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അടുത്തേക്ക് ആകാശ് വരുവാണ്. ആകാശം വന്നിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിരുന്നല്ലേ, നല്ല മംഗളകരമായിട്ടെല്ലാം നടന്നല്ലേന്ന് ചോദിക്കണം. മംഗളകരമായിട്ട് നടന്നു, പക്ഷെ ഉണ്ടല്ലോ ആ ശ്രീദേവിയുടെ അമ്മയുടെ സ്വഭാവം എനിക്ക് അത്ര പിടിച്ചില്ലെന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞേ? അവരുടെ ഒരു അഹങ്കാരമേ, പണത്തിന്റെ അഹങ്കാരം അവർക്ക്. ഇച്ചിരി പണം ഉണ്ടെന്ന് കരുതിയിട്ട് എന്തൊക്കെ ജാട വർത്താനങ്ങൾ അവര് പറയണേ. എനിക്ക് നല്ല ദേഷ്യം വന്നു. എന്നെയും മിത്രനെയും കൊച്ചാക്കി അവർ കാണിച്ചു. പക്ഷെ അവിടെ അമ്മ ഇടപെട്ടുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ആയി. എനിക്കാണെങ്കിൽ അവരുടെ മുഖം അടിച്ചൊരെണ്ണം കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവസ്ഥ ഏതായി പോയില്ലേ നിൽക്കുക. നന്നായി നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കയറി ഇടപെടണ്ടെന്ന് പറയാം. പിന്നെ ഇടപെടാതിരിക്കുന്ന എങ്ങനെയാ ആകാശേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര അഹങ്കാരം പാടുണ്ടോ? അവരെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അതിന്റെ ഒരു ജാട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തണം അവരെ. ഈ സമയം മുറിയിൽ ഇങ്ങനെ ആരിനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും അങ്ങോട്ടേക്കൊന്നും മിത്ര എന്താ ആര്യ ഭയങ്കര ആലോചനയിലാണല്ലോ. ഒന്നുമില്ലാന്ന് പറയണം. അല്ല ഇന്നത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നില്ലേന്ന് നിൽക്കാം. ആര്യം പറഞ്ഞു അതേന്ന് പറയണം. ഇപ്പൊ ആന്റെ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ആരിനല്ലേ പറഞ്ഞത് അവരൊന്നും ഇല്ലാത്തവരാ, പണമില്ലാത്തവരാ. ആന്റെ അവിടെ പോയപ്പോ കണ്ട കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു അല്ല അത് ശരിയാണ്. ആന്റെ മനസ്സിലേക്ക് കൂടെ താനൊന്ന് ഡെലിവറി കൊടുക്കാൻ പോയപ്പോ ആ രംഗങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അവിടെ പോയി കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞിട്ട് നിന്നതും പിന്നീട് അവര് പൈസ ഇല്ലാന്ന് അകത്ത് കയറുന്ന് പറയുന്നതൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതുമായിട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ആരിനെ. ആകെ പട വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നീട് മിത്ര പറഞ്ഞു ആരിനെ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആനന്ദണ്ട് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സുന്ദരി പെൺകുട്ടീനെ കൂടെ കിട്ടിയില്ലേ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അത് ശരിയാ. പക്ഷെ ആന്റെ മനസ്സിൽ നിന്ന് സംശയം മാത്രം അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് മാത്രം ആരും മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.